ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവുമാണ് വിവരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ശ്ലോകം. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശി സ ഭോജേഷി തുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. അർത്ഥം: സർവേഷു അപി യജ്ഞേഷു നാവകേശി, എല്ലാ പ്രവർത്തികളിലും ഫലസിദ്ധി കൈവരുന്നവനും, ഭോജേഷിതുഹു ഇഷ്ടബന്ധുഹു സഹ കേശി, കംസന്റെ ഉറ്റ സുഹൃത്തുമായ പ്രസിദ്ധനായ കേശി എന്ന അസുരൻ സിന്ധുജാവാപ്യ ഇതി മത്വാ ഇവ, സിന്ധുവിൽ ജനിച്ചവർക്ക് അവിടുത്തെ പ്രാപിക്കാൻ എളുപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ടാവണം സിന്ധുജവാജിരൂപ ത്വാം സംപ്രാപ്തവാൻ, സിന്ധുദേശത്ത് ജനിച്ച കുതിരയുടെ രൂപത്തോടുകൂടി നിന്തിരുവടിയുടെ അടുക്കൽ വന്നു ചേർന്നു. രണ്ടാമത്തെ ശ്ലോകം. ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദൈ സമുദ്വേജിത സർവലോക ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപ പുനരാപദത്വാം. അർത്ഥം: ഏഷഃ പാപഃ, ആ ദുഷ്ടൻ, ഗന്ധർവതാം ഗതഃ അപി, ഗന്ധർവനായി തീർന്നിട്ടുണ്ടെങ്കിലും, രൂക്ഷൈഹി നാദൈഹി, കർണകഠോരങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട്, സമുദ്വേജിത സർവലോകഃ, സർവജനങ്ങളെയും പേടിപ്പിച്ച്, ഭവദ്വിലോകാവധി, അവിടുത്തെ കണ്ടെത്തുന്നതുവരെ, ഗോപവാടീം, അമ്പാടിയെ, പ്രമർദ്യ, തകർത്ത്, പുനഃ ത്വാം ആപതത്, പിന്നെ നിന്തിരുവടിയുടെ നേരെ പാഞ്ഞു വന്നു. മൂന്നാമത്തെ ശ്ലോകം. താർക്ഷ്യാർപ്പിതാംഘ്രേസ്തവ താർക്ഷ്യ ഏഷ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത്. അർത്ഥം: ഏഷഃ താർക്ഷ്യഃ, ഈ കുതിര, താർക്ഷ്യാർപ്പിതാംഘ്രേഹേ തവ, ഗരുഡനിൽ പാദങ്ങൾ അർപ്പിച്ചിട്ടുള്ള നിന്തിരുവടിയുടെ, ഭക്ഷോഭുവി നാമ പാദം ചിക്ഷേപ, മാറിടത്തിന് നേരെ തന്നെ കാലെറിഞ്ഞു. ഭൃഗോഹോ പദാഘാത കഥാം നിശമ്യ, ഭൃഗുമഹർഷി കാൽ കൊണ്ട് ചവിട്ടിയ കഥ കേട്ടിട്ട്, സ്വേന അപി തത് ശക്യം ഇതി മോഹാത ഇവ, തനിക്കും അതിന് കഴിയുമെന്നുള്ള വിഡ്ഢിത്തം കൊണ്ടായിരിക്കുമോ അങ്ങനെ ചെയ്തത്. നാലാമത്തെ ശ്ലോകം. പ്രവഞ്ചയന്നസ്യ ഘുരാഞ്ജലം ദ്രാഗ് അമും ച ചിക്ഷേപിഥ ദൂരദൂരം സമൂർച്ഛിതോപി ഹ്യതി മൂർച്ഛിതേന ക്രോധോഷ്മണാഖാദിതുമാദ്രുതസ്ത്വാം. അർത്ഥം: ത്വം, നിന്തിരുവടി, അസ്യ ഖുരാഞ്ജലം പ്രവഞ്ചയൻ, ആ കുതിരയുടെ കുളമ്പടിയേൽക്കാതെ ഒഴിഞ്ഞുമാറി, ദ്രാക് അമും, ദൂരം ദൂരം, ചിക്ഷേപിഥ ച, വേഗത്തിൽ അവനെ വളരെ ദൂരത്തേക്ക് എറിയുകയും ചെയ്തു. സഹ, ആ കുതിര, മൂർച്ഛിതഃ, ബോധം കെട്ടുവെങ്കിലും, അപിഹി, അതിമൂർച്ഛിതേന ക്രോധോഷ്മണ, വല്ലാതെ വർദ്ധിച്ച കോപത്തിൻ്റെ ശക്തിയാൽ, ത്വാം ഖാദിതും ആദ്രുത, നിന്തിരുവടിയെ കടിക്കാനായി പാഞ്ഞു വന്നു. അഞ്ചാമത്തെ ശ്ലോകം. ത്വം വാഹദണ്ഡേ കൃതധീശ്ച വാഹദണ്ഡം യഥാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗതാസു സപ്തി ഭവന്നപ്യയമൈക്യമാഗാത്. അർത്ഥം: ത്വം തദാനീം, നിന്തിരുവടി അപ്പോൾ, വാഹദണ്ഡേ കൃതധീഹി, കുതിരയെ നിഗ്രഹിക്കുവാൻ ഉറപ്പിച്ചിട്ട്, തസ്യ മുഖേ, ആ കുതിരയുടെ വായിൽ, വാഹദണ്ഡം ന്യഥാഹ ച, നീണ്ട കൈ കടത്തുകയും ചെയ്തു.
തദ്വൃദ്ധിരുദ്ധശ്വസനഗതാസു അയം. ആ കൈ വളർന്ന് ശ്വാസം തടഞ്ഞിട്ട് ജീവൻ പോയ ആ കേശി സപ്തീഭവൻ അപി ഐക്യം ആഗാത്. കുതിരയായിട്ടാണ് വന്നതെങ്കിലും ഭവദൈക്യത്തെ മോക്ഷത്തെ പ്രാപിച്ചു. ആറാമത്തെ ശ്ലോകം. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്ര ത്വാം തുഷ്ടുവുഃ കേശവനാമധേയം. അർത്ഥം: പശോഹോ മൃഗത്തെ ആലംഭമാത്രേണ സുരാണാം പ്രസാദകെ വധിക്കുക മാത്രം ചെയ്തിട്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്ന നൂത്നൈവ അശ്വമേധേ പുതിയതരം അശ്വമേധയാഗം ത്വയാ കൃതേ നിന്തിരുവടി ചെയ്തപ്പോൾ ഹർഷവശാത് സുരേന്ദ്രാഹ ഹർഷത്താൽ സന്തോഷത്താൽ ദേവന്മാർ കേശവനാമധേയം ത്വാം തുഷ്ടുവുഹു കേശിയെ വധിച്ചതുകൊണ്ട് കേശവൻ എന്ന് പേർ കിട്ടിയ നിന്തിരുവടിയെ സ്തുതിച്ചു. ഏഴാമത്തെ ശ്ലോകം. കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തദ്വധോക്കം പ്രതിരുധ്യവാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ. അർത്ഥം: തേ നിന്തിരുവടി ശൗരിസുതത്വം വസുദേവരുടെ പുത്രനാണെന്ന് കംസായ ഉക്ത്വ കംസനോട് പറഞ്ഞ് തദ്വധോക്കം വസുദേവരെ കൊല്ലാൻ മുതിർന്ന തം വാചാ പ്രതിരുധ്യ കംസനെ പറഞ്ഞ് തടഞ്ഞ് കേശിക്ഷപണാവസാനേ കേശിവധം കഴിഞ്ഞപ്പോഴേക്കും പ്രാപ്തേന ശ്രീനാരദേന ത്വം അഭിഷ്ടുതഃ അഭൂഹു വന്നു ചേർന്ന ശ്രീനാരദൻ നിന്തിരുവടിയെ സ്തുതിച്ചു. എട്ടാമത്തെ ശ്ലോകം. കദാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോപരോധി. അർത്ഥം: കഥാപി ദുരന്തമായ മയാത്മജ ഒരിക്കൽ വലിയ മായാവിയും മയന്റെ പുത്രനുമായ വ്യോമാഭിത വ്യോമചരോപരാധി വ്യോമൻ എന്ന ദേവശത്രു അതായത് അസുരൻ ഗോപൈഹി സഹ കാനനാന്തേ ഗോപന്മാരോടുകൂടി കാട്ടിൽ നിലായന ക്രീഡന ലോലുപം ത്വാം പ്രാപ ഒളിച്ചു കളിക്കുന്നതിൽ തൽപരനായ നിന്തിരുവടിയുടെ അടുക്കൽ വന്നു ചേർന്നു. ഒമ്പതാമത്തെ ശ്ലോകം. സചോരപാലായിതവല്ലഭേഷു ചോരായിതോ ഗോപശിശൂൻ പശൂൻശ്ച ഗുഹാസു കൃത്വാപി ദധേ ശിലാഭി ത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോ ഭൂത്. അർത്ഥം: സഹ ആ വ്യോമാസുരൻ ചോരപാലായിതാവല്ലവേഷു ചോരായിതഃ കള്ളന്മാരും കാവൽക്കാരുമുള്ള ഗോപന്മാരിൽ കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് ഗോപശിശൂൻ പശൂൻച ഗോപബാലന്മാരെയും പശുക്കളെയും ഗുഹാസു കൃത്വ ഗുഹകളിലാക്കി ശിലാഭിഹി പിദധേ കല്ലുകളിട്ടടച്ചു ത്വയാ ബുദ്ധ്വാ നിന്തിരോടി അറിഞ്ഞ് പരിമർദ്ദിതഃ ച അഭൂത് അവനെ വധിക്കുകയും ചെയ്തു. പത്താമത്തെ ശ്ലോകം. ഏവം വിധൈശ്ചാദ്ഭുതകേളിഭേദൈരാനന്ദ മൂർച്ഛാമതുലാം പ്രജസ്യ പദേ പദേ നൂതനയെന്ന സീമാം പരാത്മരൂപിൻ പവനേശപായ. അർത്ഥം: ഏവം വിധൈഹി ച ഈ വിധമുള്ള അത്ഭുത കേളിഭേദൈഹി അത്ഭുതകരങ്ങളായ പല ലീലാവിശേഷങ്ങൾ കൊണ്ടും വ്രജസ്യ അതുലാം അസീമാം ആനന്ദമൂർച്ഛാം അമ്പാടിക്ക് എതിരും അതിരുമില്ലാത്ത സന്തോഷാതിശയത്തെ പതേ പതേ നൂതനയൻ
അടിക്കടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന പരാത്മരൂപിൻ പവനേശ പരമാത്മസ്വരൂപനായ ഗുരുവായൂരപ്പ, ത്വം മാം പായാഹ, നിന്തിരുവടി എന്നെ രക്ഷിക്കണേ. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 37-ാം അധ്യായത്തിൽ ആദ്യം 8 ശ്ലോകം കൊണ്ട് വർണ്ണിച്ച കേശിവധമാണ് നാരായണീയത്തിലെ ഈ ദശകത്തിൽ 6 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നത്. ആ കഥ ഇങ്ങനെയാണ്. കംസന്റെ ഉറ്റ സുഹൃത്താണ് കേശി എന്ന അസുരൻ. കൃഷ്ണൻ ദേവകിയുടെ പുത്രനാണെന്നും രോഹിണീപുത്രനായ രാമന്റെ അച്ഛനും വസുദേവൻ തന്നെയാണെന്നും മുമ്പ് കംസന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി ദിവ്യരൂപം ധരിച്ച മായാദേവി നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്തത് യശോദയുടെ പുത്രി ആയിരുന്നുവെന്നും നാരദനിൽ നിന്നും മനസ്സിലാക്കിയ കംസൻ കേശിയെ വിളിച്ച് രാമകൃഷ്ണന്മാരെ വധിക്കുവാൻ നിയോഗിച്ചു. നാരദൻ പോയപ്പോൾ കംസൻ കേശിയെ വിളിച്ച് നീ രാമകൃഷ്ണന്മാരെ കൊല്ലണമെന്ന് പറഞ്ഞയച്ചു എന്ന് അർത്ഥം. ആ കേശിയാണ് അമ്പാടിയിൽ ഭഗവാനെ തേടി ചെല്ലുന്നത്. മായാവിയായ കേശി കുതിരയുടെ രൂപം ധരിച്ചാണ് ചെന്നത്. കുതിരയുടെ രൂപം ധരിക്കാൻ കാരണമെന്തെന്ന് കവി ശ്ലേഷഭംഗിയോടുകൂടി ഇവിടെ ഉൾപ്രേക്ഷിക്കുന്നുണ്ട്. അതായത് സിന്ധുവിൽ, അതായത് സമുദ്രത്തിൽ ജനിച്ച ലക്ഷ്മീദേവിക്ക് ഭഗവാനെ പ്രാപിക്കാൻ പ്രയാസമുണ്ടായില്ല. സിന്ധുദേശത്ത് ജനിച്ച കുതിരയുടെ രൂപം ധരിച്ചാൽ കേശി തനിക്കും ഭഗവാനെ പ്രാപിക്കാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാവണം കുതിരയുടെ രൂപം ധരിച്ചത് എന്ന് കവി ഉൾപ്രേക്ഷിക്കുന്നു. സമുദ്രത്തിൽ ജനിച്ച, അതായത് സിന്ധുജ, സമുദ്രത്തിൽ ജനിച്ച ലക്ഷ്മീദേവി, സിന്ധുജം, സിന്ധുദേശത്ത് ജനിച്ച കുതിര. സിന്ധുജത്തിൻ്റെ അർത്ഥം 2ആണ്. അതാണ് ഇവിടെ ഉൾപ്രേക്ഷ ബീജമായിട്ട് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ ദുഷ്ടൻ, കേശി എന്ന ദുഷ്ടൻ ഗന്ധർവനായി തീർന്നിട്ടുണ്ടെങ്കിലും എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഗന്ധർവ ശബ്ദത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഗന്ധർവന്മാരെന്ന ദേവവർഗമെന്നും കുതിരയെന്നും. അപ്പോൾ കേശി കുതിരയുടെ രൂപത്തിൽ വന്നു എന്നാണ് ഇവിടെ അർത്ഥമായി കൊടുത്തിരിക്കുന്നത്. കേശി ഗന്ധർവനായി, അതായത് കുതിരയായി വന്നിട്ട് കർണകഠോരങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട് സർവ്വജനങ്ങളെയും പേടിപ്പിച്ച് ഭഗവാനെ കണ്ടെത്തുന്നതുവരെ അമ്പാടിയെ തകർത്ത് ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ നേരെ പാഞ്ഞു വന്നു. കേശി എന്ന ഈ കുതിര ഗരുഡനിൽ പാദങ്ങൾ അർപ്പിച്ചിട്ടുള്ള ഭഗവാന്റെ മാറിടത്തിന് നേരെ തന്നെ കാലെറിഞ്ഞു. അതായത് കാൽ കൊണ്ട് ചവിട്ടാൻ നോക്കി. ഭൃഗു മഹർഷി കാൽ കൊണ്ട് ചവിട്ടിയ കഥ കേട്ടിട്ട് തനിക്കും അതിന് കഴിയുമെന്നുള്ള വിഡ്ഢിത്തം കൊണ്ടായിരിക്കുമോ കേശി എന്ന അസുരൻ കുതിരയുടെ രൂപത്തിൽ അങ്ങനെ ചെയ്തത്? ഭഗവാൻ വസുദേവരുടെ പുത്രനാണെന്ന് കംസനോട് പറഞ്ഞ് വസുദേവരെ കൊല്ലാൻ മുതിർന്ന കംസനെ പറഞ്ഞു തടഞ്ഞ് കേശിവധം കഴിഞ്ഞപ്പോഴേക്കും വന്നു ചേർന്ന ശ്രീ നാരദൻ ഭഗവാനെ സ്തുതിച്ചു. അരിഷ്ടവധാവസാനത്തിലാണ് നാരദൻ കംസന്റെ അടുക്കൽ ചെന്ന് വസുദേവപുത്രന്മാരാണ് രാമകൃഷ്ണന്മാരെന്ന് അറിയിക്കുന്നത്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 36-ാം അധ്യായത്തിൻ്റെ മധ്യത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. ഒരിക്കൽ വലിയ മായാവിയും മയന്റെ പുത്രനുമായ വ്യോമൻ എന്ന ദേവശത്രു, അതായത് അസുരൻ, വ്യോമാസുരൻ, ഗോപന്മാരോടുകൂടി കാട്ടിൽ ഒളിപ്പിച്ചു കളിക്കുന്നതിൽ തൽപരനായ ഭഗവാന്റെ അടുക്കൽ ചെന്നു. ഗോപന്മാരിൽ ചിലർ കള്ളന്മാരാവുക, മറ്റു ചിലർ കാവൽക്കാരാവുക, വേറെ ചിലർ ആടുകളാവുക. കള്ളന്മാർ ആടുകളെ കട്ടുകൊണ്ടുപോയി ഒളിപ്പിക്കുക, കാവൽക്കാർ അത് കണ്ടുപിടിച്ച് രക്ഷിക്കുക. ഇതാണ് ഒളിപ്പിച്ചു കളിയുടെ സ്വഭാവം. കള്ളന്മാരുടെ കൂട്ടത്തിൽ കൂടിയ വ്യോമാസുരനെ ഭഗവാൻ കണ്ടുപിടിച്ച് കൊല്ലുന്നതാണ് പിന്നെ വിവരിക്കുന്നത്. അതിങ്ങനെയാണ്. ആ വ്യോമാസുരൻ കള്ളന്മാരും കാവൽക്കാരുമായ ഗോപന്മാരിൽ കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് ഗോപബാലന്മാരെയും പശുക്കളെയും ഗുഹകളിൽ ആക്കി കല്ലുകളിട്ടടച്ചു. ഭഗവാൻ ഇത് അറിഞ്ഞ് അവനെ വധിക്കുകയും ചെയ്തു. ഭഗവാന് ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്യണമെന്നാണ് വ്യോമാസുരൻ്റെ മോഹം. കുറേ ഗോപന്മാരെയും പശുക്കളെയും ഗുഹയിലിട്ട് അടച്ചു കൊല്ലാനാണ് അവൻ മുതിർന്നത്. ഭഗവാൻ ഇതറിഞ്ഞ് അവനെ പിടിച്ചു വീഴ്ത്തി ഇടിച്ചു കൊന്നു ഗുഹകളിൽ നിന്ന് ഗോപബാലന്മാരെയും പശുക്കളെയും മോചിപ്പിച്ചു. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 37-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് ഈ വ്യോമാസുര വധ വർണ്ണനം.
ഈ വിധമുള്ള അത്ഭുതകരങ്ങളായ പല ലീലാവിശേഷങ്ങൾ കൊണ്ടും അമ്പാടിക്ക് എതിരും അതിരുമില്ലാത്ത സന്തോഷ അതിശയത്തെ അടിക്കടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന പരമാത്മസ്വരൂപനായ ഗുരുവായൂരപ്പ, നിൻ തിരുവടി എന്നെ രക്ഷിക്കണേ.